ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും AR വേൾഡിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ എൻ്റെ ചിക്കൻ ബോക്സ് ജേണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം ഉണ്ട്, കലയുണ്ട്. ഓക്കെ ആയി. ഇവിടെയെല്ലാം കലയുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ ആയിരിക്കുന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ മീൻ വാങ്ങിയതാണ്. കഞ്ഞി കുടിച്ച് മടുത്ത്. കഞ്ഞീനെ കൊണ്ടുള്ള കളിയേനു എത്ര 2 ആഴ്ചയിലധികമായി. അനാമിക്ക് വന്ന അന്നേരം മുതൽ തുടങ്ങിയ പണ്ടാര കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞി കുടിച്ച് മതിയായി. ഇന്ന് നമ്മൾ ചോറിനെ വെക്കാമെന്ന് തീരുമാനിച്ചു. ചോറ് വിത്ത് മത്തിക്കറി, മത്തിമുളകിട്ടത്. തേങ്ങയൊന്നും കൂട്ടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മുളകീശൻ തന്നെ ശരണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് മുളകിടാം. അപ്പോൾ പ്രശ്നമില്ല, കുരുമുളക് ഇടുന്നത് പ്രശ്നമില്ല. അപ്പം അങ്ങനെ കുരുമുളകിട്ട മത്തിമുളകീശൻ നമുക്ക് റെഡിയാക്കാം. ബാ. അപ്പോൾ നമ്മുടെ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഉള്ളത് കൊണ്ടോണം പോലെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഉപ്പ്, മുളകല്ല കുരുമുളക്, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു കളർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു ഇത്തിരി പൊടിക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ അപ്പോൾ മഞ്ഞൾ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി ഒരു പേരിന്, ഒരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെന്താ അതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം മുറിച്ചിട്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയില്ല, ഉള്ളിയും എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മത്തി ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് മുളക് പൊടി ഇടാത്തതുകൊണ്ട് ഇതിലെ കളറ് വളരെ കുറവാണ്. ഇത്തിരി കൂടി മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, കാണാനൊരു രസമില്ല. ഓക്കെ, നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പുളീൻ്റെ വെള്ളം കൂടെ, കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായി പതച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് വരട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള കുരുമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, നമ്മുടെ കറി ഇപ്പം നന്നായി, അതിൽ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. ബട്ട് ഞാനിപ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്.